ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് CS6 എന്നുള്ള വേർഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു വർക്കിംഗ് സ്പേസ് വേണം. വർക്കിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫയലിൽ ന്യൂ എടുക്കാം. ന്യൂ അടിച്ച് ഇവിടെ ആദ്യം ഫയലിന് ന്യൂ എടുക്കാം. നമ്പർ 1 എടുക്കുന്നു, ഫയലിന് നമ്പർ 1 എടുത്തു. പിന്നെ ഈയിടെ നമുക്ക് ഇഷ്ടമുള്ള വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. വിഡ്ത്ത് കൊടുക്കാം, ഹൈറ്റ് കൊടുക്കാം, റെസൊല്യൂഷൻ കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള കളർ മോഡ് കൊടുക്കാം. പൊതുവെ RGB കളർ മോഡാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വർക്കിംഗ് സ്പേസ് എങ്ങനെയുള്ളതാണ് എന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ ഏത് കളറിലുള്ള വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് വർക്കിംഗ് സ്പേസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ക്ലിക്ക് ഓക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ കൊടുത്ത ഹൈറ്റിനും വിഡ്ത്തിനും അനുസരിച്ച് നമുക്കൊരു ട്രാൻസ്പാരൻറ്റ് വർക്കിംഗ് സ്പേസാണ് നമുക്കിപ്പോൾ ഇടയിലുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഫയലിൽ പോവാം. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്, ഫയലിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ ക്ലോസ്. അതിൽ പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ പിക്ചർ ഈ വർക്കിംഗ് സ്പേസിലേക്ക് ആഡ് ചെയ്യാം. ഒരു ഇഷ്ടമുള്ള ഒരു പിക്ചർ സെലക്ട് ആക്കാം, പ്ലേസ് എന്നടിക്കാം. ഇപ്പോൾ ആ പിക്ചർ ഈ വർക്കിംഗ് സ്പേസിൽ പ്ലേസ് ആയി. ഇനി പിക്ചർ സൈഡോട്ടേക്ക് ഇങ്ങനെ നീക്കി ശേഷം ഷിഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിക്കുക. എന്നിട്ട് സൈഡ് കോർണറിൽ പോയി ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മുടെ പിക്ചർ കിട്ടും. സ്ട്രെച്ചിങ് ഒന്നും ചെയ്യാതെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് പിക്ചർ കിട്ടും. നമ്മളിപ്പോൾ പിക്ചർ വർക്കിംഗ് സ്പേസിൽ ഫുള്ളായിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു പിക്ചറും കൂടി ആഡ് ചെയ്യാൻ പോകുകയാണ്. പ്ലേസിൽ പോവാം. ഇവിടെ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പ്ലേസ് എന്നുള്ള ബട്ടൺ. ഇപ്പോൾ ഈ ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺ നമ്മുടെ ഒരു പുതിയ ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈഡ് പോവാം, ഷിഫ്റ്റ് നിൽക്കാം, കോർണർ പോവാം, അഡ്ജസ്റ്റ് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഷിഫ്റ്റ് വെക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ സ്ട്രെച്ച് ചെയ്യാതെ കറക്റ്റ് ക്ലാരിറ്റിയിൽ അത് നമ്മൾ ചെറുതാകുമ്പോൾ കറക്റ്റ് ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ക്യൂബ്സ് ലെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ ഓപ്ഷൻ ഉണ്ട്. ബ്ലർ ഓപ്ഷനിൽ ബോക്സ് ബ്ലർ ആണ്. ഇവിടെ നമുക്ക് ബ്ലറിങ് പിക്ചർ ബ്ലർ ചെയ്യാം. ഓക്കെ, കുറച്ച് ബ്ലർ ചെയ്യാം. പിക്ചർ കുറച്ച് ബ്ലർ ചെയ്ത് ഇനി നമുക്ക് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ലെയറിൽ പോകാൻ ന്യൂ അടിക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ എളുപ്പ വഴി ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊരു ഐക്കൺ ഉണ്ട്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ലെയർ ഡിലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ലെയറിൽ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ബട്ടൺ അടിക്കുക, ഡിലീറ്റ് ലെയർ എന്നുണ്ട് യെസ് അടിക്കുക. അല്ലെങ്കിൽ ഈ ലെയറിനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡിലീറ്റ് ബട്ടണിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ലെയറിൻ്റെ പൊസിഷൻ ചേഞ്ച് ആക്കാവുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ പൊസിഷൻ ലെയറിനെ കൊണ്ടുവരാം. ശരി, ചെറിയ പണിയുള്ളൂ. ഡ്രാഗിൽ ക്ലിക്ക് ചെയ്യാം, ലെയറിൽ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. ഇനി
ഇനി എഡിറ്റിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓപ്ഷനാണ് അൺഡു. അൺഡു എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് ബാക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കോട്ട് പോകാൻ എഡിറ്റിൽ അൺഡു എന്നുള്ള ഓപ്ഷൻ അമർത്തിയാൽ മതി. ഇപ്പോൾ ഞാൻ മുകളിലോട്ട് വെച്ച ലെയർ താഴോട്ട് വന്നു. ഒരു 4-5 സ്റ്റെപ്പും കൂടി നമുക്ക് ബാക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ പിന്നെയും പോകാം, സ്റ്റെപ്പ് ബാക്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ എഡിറ്റിൽ പിന്നെയും പോകാം, സ്റ്റെപ്പ് ബാക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം ബാക്കോട്ട് വന്നു, സ്റ്റെപ്പ് ബാക്ക് ഇടുന്നുണ്ട്, അത് ലെയർ താഴോട്ടായി, സ്റ്റെപ്പ് ബാക്ക് ഇടുന്നുണ്ട്. ആ ലെയർ പോയി ക്രിയേറ്റ് ചെയ്ത സ്റ്റെപ്പ് ബാക്ക് ക്രിയേറ്റ് ചെയ്ത ലെയറാണ്. ഈ ഇങ്ങനെ എഡിറ്റിൽ പോയി സ്റ്റെപ്പ് ബാക്കോട് അടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതിൻ്റെ സൈഡില്ല ആൾട്ട് കൺട്രോൾ സെഡ് എന്നുള്ള ഷോർട്ട് കട്ട് അടിച്ചാലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റെപ്പ് ഫോർവേഡ് അടിക്കുന്നു, ഇതിലേക്ക് പോയി സ്റ്റെപ്പ് ഫോർവേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് സ്റ്റെപ്പ് മുന്നോട്ട് വരാനാണ്. ബാക്കോട്ട് പോയ സ്റ്റെപ്പിലാണ് ഇപ്പോൾ മുന്നോട്ട് വന്നത് സ്റ്റെപ്പ് ഫോർവേഡ് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ടൂൾസ് പരിചയപ്പെടാം. ഇനി ഈ ലെയറിന് ആദ്യം മുകളിലേക്ക് ഉണ്ടാകും. ഓക്കെ, ലെയറിന് ഫസ്റ്റ് ടോപ്പിൽ വെച്ചു. ഇനി ഫസ്റ്റ് ഈ മൂവിങ് ടൂൾ പരിചയം. ഈ ടൂളിനാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺ നമുക്ക് എവിടെ വന്ന് ഒരു പിക്ചറിനെ സെലക്ട് ആക്കിയിട്ട് അതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂവിങ് ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് സെലക്ഷൻ ടൂളാണ്. ഇത് റെക്ടാങ്കുലർ മോക്കി ടൂളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ബാക്കി എല്ലാ ടൂളും ഇതേപോലെ തന്നെയാണ്. ഇത് മാത്രമാണ് എല്ലാ ടൂൾസിലും ഫസ്റ്റ് ടൂൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. റെക്ടാങ്കുലർ ടൂൾസിൽ സെലക്ട് ചെയ്യാം. എന്നിട്ടൊരു റെക്ടാങ്കുലർ ബോക്സ് നമ്മൾ ഇവിടെ വരക്കാം. ഇത്ര ഭാഗം ഒരു റെക്ടാങ്കുലർ ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി ഈ റെക്ടാങ്കുലർ ബോക്സിലേക്ക് ഒരു കളർ ആഡ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബോക്സ് ക്ലിക്ക് ചെയ്യാം. എക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ഫോട്ടോഷോപ്പിനാണെങ്കിൽ നീല കളർ സെലക്ട് ചെയ്യാം. ഈ ബി മേടിച്ചാൽ അത് ബ്രൈറ്റ്നെസ്സിൻ്റെ ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യും. ബ്രൈറ്റ്നെസ് കൂടി നീല കളർ എടുക്കാം. ഒരു നമ്മൾ സെലക്ട് ചെയ്ത നീല കളർ ഇടുന്നുണ്ട്. ഇനി ഈ നീല കളർ ഈ സെലക്റ്റഡ് പാർട്ടിലേക്ക് വരണമെങ്കിൽ ആൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് വയ്ക്കാം. ഫസ്റ്റ് ലെയർ 1 ബ്ലാങ്ക് ലെയറിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ലെയർ കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ സെലക്ട് ചെയ്ത ഭാഗം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഈ സെലക്ഷൻ കാണില്ല, അത് ഒഴിവാക്കാൻ വേണ്ടി സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ ഡീസെലക്ട് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം ഒഴിവായിട്ടുണ്ട്. ഇനി മോക്കി ടൂൾ കഴിഞ്ഞ് ഇനി ലാസോ ടൂളിലേക്ക് ലാസോ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് സെലക്ഷൻ ചെയ്യുന്നത്. ലാസോ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റം സെലക്ഷൻ ടൂളാണ്. ഇഷ്ടത്തിന് നമുക്കൊരു സെലക്ഷൻ ഏരിയ വരക്കാം. ഡീസെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്റ്റിൽ ഡീസെലക്ട് അല്ലെങ്കിൽ Ctrl+D. പിന്നെയുള്ളത് ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് പിന്നെ ഈ നീല കളർ ബോക്സ് സെലക്ട് ചെയ്യാം. ഈ നീല കളറിലുള്ള എല്ലാ ഏരിയയും അത് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ നീല കളറിലുള്ള ഈ ബോക്സിൽ ഒരു സൈഡ് മാത്രമേ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടു. ഇപ്പോൾ ആ നീല കളറിലുള്ള എല്ലാ ഏരിയയും അത് സെലക്ട് ആയിട്ടുണ്ട്. ക്വിക്ക് സെലക്ഷൻ ടൂള് പൊതുവെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ചിത്രത്തെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ളതനുസരിച്ച് നമ്മൾ ചിത്രം അഡ്ജസ്റ്റ് ചെയ്ത് ശേഷം ടിക്ക് മാർക്ക് അടിച്ചാൽ നമുക്ക് ആ ചിത്രം ഇത്ര ഭാഗം മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് അണ്ടടിക്കാണ് അണ്ടർ ക്രോപ്പ്. നെക്സ്റ്റ് ഇത് ഐ ഡ്രോപ്പർ ടൂൾ. ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിക്കുന്നത് കളർ പിക്ക് ചെയ്യാനാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് നമ്മൾ ഈ പിക്ചറിൽ നിന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ ലൈറ്റ് ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ഇനി കുറച്ച് ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്യുമ്പോൾ ഡാർക്ക് ബ്ലൂ ആയി. ഇനി ബ്ലൂ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് നമ്മൾ പിക്ചറിൽ നിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഐ ഡ്രോപ്പർ ടൂൾ വെച്ച്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് ബ്രഷ് ടൂളാണ്. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് പുതിയ ലെയർ നിർമ്മിക്കുകയാണ്. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ബ്രഷ് ടൂളിൻ്റെ വലിയ സൈസായി ചെറിയ സൈസിൽ ബ്രഷ് ടൂൾ ഉപയോഗിക്കാം. ഇവിടെ ഹാർഡ്നെസ് നമുക്ക് ഇൻക്രീസ് ഡിക്രീസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ബ്രഷസ് നമുക്കുണ്ട്. ഫസ്റ്റ് ബ്രഷാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. പച്ച കളർ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് വരക്കാം. എടുത്തിപ്പോയി അടിക്കുന്നു. ബ്രഷ് ടൂൾ അതിനാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇറേസർ ടൂൾ. ഇറേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ചിത്രം മായ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ റെക്ടാങ്കിൾ സെലക്ഷൻ ലെയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് വേണ്ടി മായ്ക്കാൻ പറ്റും. എഡിറ്റിൽ ഉണ്ട്. ഓക്കെ, ഇനിയുള്ളത് ടെക്സ്റ്റ് ടൂളാണ്. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ വ്യത്യസ്തമായ ടെക്സ്റ്റ് അവൈലബിൾ ആണ്. ഇവിടെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഞാൻ അമേരിക്കൻ ക്യാപ്റ്റൻ എന്നുള്ള ടെക്സ്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ടെക്സ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഒരു 50 കൊടുക്കണം. ഇവിടെ ടെക്സ്റ്റ് ഷാർപ്പ്, ക്രിസ്പ്, സ്ട്രോങ് അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇത് ടെക്സ്റ്റിൻ്റെ അലൈൻമെൻ്റ് ആണ്. ഇവിടെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വളരെ വലുതാണ്. നമുക്കത് 10 സൈസ് ആക്കുന്നു. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടൈപ്പ് ചെയ്യാം ഫോട്ടോഷോപ്പ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. ഫോട്ടോഷോപ്പ് എന്നുള്ള ടെക്സ്റ്റാണ്. ഇനി നിങ്ങൾ Ctrl+T എന്നുള്ള ഓപ്ഷൻ, Ctrl+T+Tയും ഒന്നിച്ചടിക്കാം. അപ്പം നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഓപ്ഷൻ നമുക്ക് കിട്ടും. ഇത് വെച്ച് നമുക്ക് മുമ്പോട്ട് പിക്ചർ വലുതാക്കിയും ചെറുതാക്കിയും പോലെ ഷിഫ്റ്റ് ഞെക്കാം. ടെക്സ്റ്റിൻ്റെ കോർണറിൽ പോകും. ടെക്സ്റ്റിനെ വിളിക്കാം. ഓക്കെ, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഷേപ്പ് റെക്റ്റാങ്കിൾ ടൂളുണ്ട്. ഇവിടെ വേറെ വ്യത്യസ്തമായ ടൂൾസ് ഉണ്ട്. ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് അടിച്ച് ഇതിനാണെങ്കിൽ
നമുക്കിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഇവിടെ ഫില്ലിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് ഡിഫറെൻറ്റ് ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. റൈറ്റിംഗ് സെലക്ട് ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഞാൻ ആദ്യം ടെക്സ്റ്റിൽ പോവാം. ടെക്സ്റ്റിൽ പോയിട്ട് കളറ് ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോപോട്ട് വാങ്ങി ഹൈഡ്രോപോട്ട് ഉപയോഗിച്ചിട്ട് ഈ മുകളിൽ കൊടുത്ത കളർ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു. ഇപ്പോൾ ഈ കളറായി. ഈ നീല കളറാണ് നമുക്ക് ടിക്ക് കൊടുത്ത് നമുക്ക് കൺട്രോൾ പ്ലസ് ടി അടിക്കാം. കോർണർ പോവാം. ഷിഫ്റ്റ് ആക്കാം. ഷിഫ്റ്റ് ആക്കാം. അത് ചെറുതാക്കുന്നുണ്ട്. ഷിഫ്റ്റ് നീക്കാം. ഡ്രാഗ് ചെയ്യാം. കറക്റ്റ് പൊസിഷനിൽ വെച്ച ശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കറക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ ഇനി ഈ ലെൻസ് മാതിരിയുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്ന പിക്ചർ. ഈ കൈ ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഏരിയ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് ഏരിയയിലേക്കും പോകാൻ വേണ്ടിയിട്ടാണ് കൈയിൻ്റെ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി സൂമിങ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. സൂം കൂട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് അടിച്ചാൽ സൂം കൂടും. കൺട്രോൾ പ്ലസ് മൈനസ് അടിച്ചാൽ സൂം വരും. കൺട്രോൾ പ്ലസ് അടിച്ചാൽ സൂം കൂടും. ഇതാണ് ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.